ഇന്നലെ വന്ന ഒരു വളരെ രസകരമായ ഒരു ന്യൂസാണ്. എന്നാൽ കുറച്ച് വേദനാജനകമായ ന്യൂസാണ്. വേദന എടുത്തവൻ അറിയാം വേദന എന്താന്നുള്ളത്. പക്ഷെ അവൻ കുരുത്തക്കേട് കാണിക്കാൻ പോയിട്ട് അവന് കിട്ടിയ എട്ടിന്റെ പണിയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന യുവതിയാണ് പണി കൊടുത്തത്. പണി എന്നാന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാണാമറിയത്തിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ കൂടെ അങ്ങോട്ട് ചാറ്റ് ചെയ്തു. അങ്ങനെ ചാറ്റ് ചെയ്ത് അനുരാഗത്തിന്റെ അഗാധതയിൽ നീണ്ടു നിവർന്ന് ഉരുണ്ട് മറിഞ്ഞ അവസാനം ഒന്നിച്ച് കാണണമെന്നുള്ളൊരു തോന്നൽ വന്നു. ആ തോന്നലിനിടയ്ക്കാണ് ആ പെൺകുട്ടി വിളിക്കുന്നത്, അതാ ചേട്ടാ നമുക്ക് ഡാമിൻ്റെ അവിടെ വെച്ച് കാണാം. അങ്ങനെ ആരുമില്ലാത്ത ഡാമിൻ്റെ ഏതോ ഭ്രാന്തമായ പ്രദേശത്ത് അവരവിടെ ചെല്ലുകയാണ് സുഹൃത്തുക്കളെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ പെട്ടെന്നുള്ള വികാരത്തിനിടയിൽ ഇതിൻ്റെ ബാക്കി എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ സംഗതി പമ്പ് സെറ്റ് ഒടിഞ്ഞു പോയി അവൻ്റെ. അതായത് അവൻ്റെ എന്തോ ഒരു സാധനം അല്ല, പമ്പ് സെറ്റ് അത് ഒടിഞ്ഞു പോയി. ഒടിച്ചു അല്ല, കടിച്ചൊടിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പല രീതിയിൽ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചെടുക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ നമുക്കിവിടെ കാണാം. അജയ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ചെയ്തിരുന്ന ഇൻസ്റ്റയിൽ ഞാനതിങ്ങ് എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് അവൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാം. കാമുകനെ ഡാമിലേക്ക് വിളിച്ചു വരുത്തി യുവാവിന്റെ ലിംഗം കടിച്ചു ഉടിച്ചു വിട്ടുന്നു. ഇത്രക്ക് ആക്രാന്തോ? വിശക്കുന്നുണ്ടെങ്കിൽ വല്ല സോസേജും മേടിച്ച് തിന്നൂടെ? ഇത് ഇൻസ്റ്റന്റ് സോസേജ് ഒന്നുമല്ല, തോന്നുമ്പോ എടുത്ത് തിന്നാനായിട്ട്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള എന്തോ പരിചയമാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ട് ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാരൊന്ന് ശ്രദ്ധിക്കുക. ആക്രാന്തം മൂത്ത് ഒറ്റ ദിവസം കൊണ്ട് സിബൊന്നും ഊരി കാണിച്ചു കൊടുക്കരുത്. സാമാനം അവിടെ കാണത്തില്ല. അവന്റെ കയ്യിലെ ഫോൺ, സ്വർണം, പൈസ ഒക്കെ അടിച്ചു മാറ്റി അത് പിന്നെ ഉണ്ടാക്കാവെന്ന് പറയാം. പക്ഷെ ഇത് നമുക്ക് പിന്നെ മുളച്ച് വരത്തില്ല, തീർന്ന്. ഇതെന്തൊരു കുറുമ്പ് ഇത്! അറിയാം, ഇത് ട്രോളാൻ വേണ്ടിയിട്ടുള്ള സാധനം തന്നെയാ. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ വരെ എടുത്തിട്ട് ട്രോളുന്നുണ്ട്. അതാ ഏറ്റവും രസം. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, സാധാരണഗതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അറിയാതെ പന്ത് വന്ന് നമുക്കിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്ത് കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ കണ്ണിങ്ങനെ മിഴിച്ചു വന്നിട്ട് നമ്മൾ മറ്റേ പൊത്തിക്കൊണ്ട് ചാടും. ആ ഒരു അവസ്ഥയാണ്. ചെറുതായിട്ടൊരു തട്ട് കിട്ടിയാൽ തന്നെ നമ്മുടെ പരിപ്പളകി പോവും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അവിടെയാണ് ആ സാധനം കടിച്ചു മുറിച്ചോണ്ട് പോയത്. കടിച്ചു മുറിച്ചോണ്ട് പോയില്ല, ഓടിച്ചിട്ട് ആ വേദന കൊണ്ട് പൊളഞ്ഞ അവന്റെ മാലയും മോതിരം എല്ലാം ഊരിയെടുത്തു. എന്തൊരു ക്രിമിനൽ അല്ലേ, എന്തൊരു കൂർമ്മ ബുദ്ധിയല്ലേ. ഏതെങ്കിലും കൊറിയൻ പടമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടമോ ഒക്കെ കണ്ടിട്ട് വെച്ച പണിയാന്ന് തോന്നുന്നു. എന്നതാണെങ്കിലും ഇനി ഇങ്ങനത്തെ പണിക്ക് പോകുന്ന ഒരു ജാഗ്രത. ആരും കണ്ടവരും മറ്റേ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ചാറ്റ് ചെയ്താന്നും പറഞ്ഞ് നേരെ പോരുത്. പോയി കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെയായിരിക്കും. ഡയലോഗ് വരുന്നില്ല. അപ്പം ഈ സംഭവം ഇങ്ങനെ നടന്നു. ഇപ്പം പെൺകുട്ടികളല്ല, ഇവളെ പോലെ ഉള്ളവളുമാർ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മോഷണം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ക്രൈമിൽ ഇൻവോൾവ് ആകുന്നുണ്ട് സ്ത്രീകൾ. പണ്ടൊക്കെ സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രശ്നങ്ങളിലേക്കൊന്നും വരത്തില്ലായിരുന്നു. കൂടുതലും ആണുങ്ങളായിരുന്നു കൂടുതൽ പ്രശ്നക്കാരായിരുന്നു. പക്ഷേ എവിടെയോ അതായത് ഉൾട്ടയടിച്ചതാണ്. അതായത് നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, തല മാറട്ടെ എന്ന് പറയുന്ന പോലെ സ്വഭാവം മാറി വരുന്ന എന്തെങ്കിലും തന്ത്രമുണ്ടോ എന്ന് അറിയത്തില്ല. സംഗതി കുറേ അധികം പെണ്ണുങ്ങൾ ക്രൈം ഇറങ്ങുന്നുണ്ട്. ഇതൊരു വശം, ഇതൊരു സംഭവം. രണ്ടാമത് കുറേ മോഷണം, പിന്നെ അതുപോലെ തന്നെ ഗുണ്ടായിസം കാണിക്കുന്ന സ്ത്രീകൾ. മൊത്തത്തിൽ ഒരു വല്ലായ്മയാണ്. ഈ സ്ത്രീകളെ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുകയല്ല. പുരുഷന്മാര് ഇതുപോലെയല്ല. പുരുഷന്മാര് കണക്കാണ്. പുരുഷന്മാര് പണ്ടേ ഒരു വിഭാഗം ആൾക്കാർ, ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ക്രിമിനൽസ് ഉണ്ട്. ആ കൂട്ടത്തിലാണ് ഇപ്പൊ സ്ത്രീകളും കൂടെ ഇറങ്ങിക്കുക. ഒപ്പത്തിന് ഞങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് ഒപ്പം പിടിക്കാൻ. പക്ഷെ ഇതുപോലെയുള്ള രസകരമായ സംഭവങ്ങൾ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാണിന്റെ മാനം ഓൾറെഡി കളഞ്ഞു, കൊണ്ടുപോയി കോട്ട വെക്കാൻ വേണ്ടി പോയതാ. പക്ഷെ ഈ പണയം വെക്കാൻ വേണ്ടി പോയപ്പം എന്നാ പറയുന്നത്, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും സംഗതി കൊണ്ട് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഒടിഞ്ഞു പോയത്, കടിച്ചൊടിച്ചു കളഞ്ഞു. അപ്പം ഇതുപോലെയുള്ള കുറേ ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചിലപ്പം ഈ പറയുന്ന സ്ത്രീ ഇത് മറ്റാൾക്കാർക്കും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ മാനം പോവുകയില്ല ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ. അതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ വേദനയും കൊണ്ട് ചിലപ്പം ഈ വല്ല തുണിയൊക്കെ ചുറ്റി
ഒടിഞ്ഞു പോയതൊക്കെ കെട്ടിവെച്ചോണ്ട് നടക്കുന്ന ആളുകൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അങ്ങനെയൊക്കെ ആളുകൾ നടക്കുന്നുണ്ടാവും, വേദന കൊണ്ട് പുറത്ത് ആരോടും പറയാൻ മേലാതെ. ഇവര് ഇത് ആദ്യമായിട്ട് ചെയ്ത്, ഈ സ്ത്രീ ഇത് ആദ്യമായിട്ട് ചെയ്തതാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? ഇവര് നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതെ. പക്ഷേ എന്താണെങ്കിലും വളരെ വിചിത്രമായ ഒരു വാർത്തയായിപ്പോയി. പുള്ളിക്കാരനും ആകെ കൂടെ നാണക്കേടായി. ഒന്ന് മനസ്സിലാക്കണം, ഇതിപ്പോ ഒരുത്തന് വന്നുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നു, അത് അങ്ങനെ ഒരു വല്ലാത്ത വാർത്ത ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ തമാശ പ്ലസ് വേദന. വേദന എന്ന് പറയുന്ന ചില്ലറ വേദനയൊന്നും അല്ല. ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ബോൾ കൊണ്ടാൽ നമ്മുടെ അവസ്ഥ ഏതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലത്തെ ന്യൂസ് കാണുമ്പോൾ ഇത് തമാശ പറയണോ ചിരിക്കണോ കരയണോ എന്നും അറിയാൻ മേലത്തൊരവസ്ഥ. അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്, നാട് വിട്ടാൽ പോരെ, ഇനിയിപ്പം നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? എന്താണെങ്കിലും വല്ലാത്ത ജാതി കഥയായി പോയി. അപ്പം ഇതുപോലെ കുറേ സാധനങ്ങൾ ഇനിയും കാണും. മാനം പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇത് ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് ഹണി ട്രാപ്പിന്റെ മറ്റൊരു വശമെന്ന് പറയാം. കാരണം ആണുങ്ങൾക്ക് ഇതുപോലെ പെട്ട് കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റുമോ? ഇത് സംഗതി പണി പാളി എന്നുള്ളത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ ഇതിപ്പം നാട്ടുകാരും എല്ലാം അറിഞ്ഞു. കാരണം സംഗതി പമ്പ് സെറ്റ് ഒടിഞ്ഞപ്പോഴത്തേക്ക് വേദന കൊണ്ട് പൊളിഞ്ഞ് ആള് കാറിക്കൂവി ആളെ ബഹളം വെച്ചു. അതുകൊണ്ട് ഈ പ്രതിയെ പിടികൂടാൻ പറ്റി. ഫോട്ടോ സഹിത വന്നേ. സാധാരണഗതി സ്ത്രീകളുടെ ഫോട്ടോ ഇടുന്നത് പല മാധ്യമങ്ങളും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെടുന്നവരെ പരമാവധി സ്ത്രീകളെ ഒഴിവാക്കി. ഇതിപ്പം നേരെ പടം വന്നിട്ടുണ്ട്. ഇപ്പം പ്രായപൂർത്തിയൊക്കെ ആയി, ഒരു പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കണം എന്താണെങ്കിലും പടം വന്നു. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ തലയെ മുണ്ടിട്ട് ഇരുട്ടത്ത് പോകുന്ന ഒരുപാട് പേർക്ക് പാഠമാണ്. ഏത് രീതി വേണേലും പണി കിട്ടാം. അപ്പം അതുകൊണ്ട് പമ്പ് സെറ്റുമായിട്ട് പോകുന്നവരൊക്കെ ജാഗ്രത. അതിൽ കൂടുതൽ എന്നാ പറയാൻ പറ്റുന്നത്? ഇങ്ങനത്തെ വിചിത്രമായ വാർത്തകൾ വരുമ്പോൾ ഈ ഡയലോഗുകൾ പലതും നമുക്കിങ്ങനെ വരുന്നുണ്ട്. വിഴുങ്ങി വിടുകയാണ്. ഭയങ്കരമായ ഒരവസ്ഥ കേട്ടിട്ട്. അയ്യോ എന്താ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ തട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിഴിച്ചു വരും അവൻ്റെ ഒരവസ്ഥ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്ലസ് കള്ളവടി വെക്കാൻ പോകുന്നവർ, അങ്ങനെ തന്നെ പറയണം, കള്ളവടി വെക്കാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവർ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കുക. ആർക്കിട്ടാണെങ്കിലും ഇതുപോലെയുള്ള പണികൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ്, ആളുകളുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ വെച്ചിട്ട് വമ്പം പ്രശ്നങ്ങളൊക്കെയാണ്. ഇനി ഒരു സംഭവം കൂടെ പറയും, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്ത സ്ത്രീകളുടെ ക്രൈമിനെ കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിന് പുറത്ത് തന്നെയാണ്, അന്യ സംസ്ഥാനത്ത് നടന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടി അവളുടെ സ്വന്തം അമ്മേനെ വണ്ടി ഇടിച്ചു കൊന്നു. എന്തിനാണ്? ഗവൺമെൻറ് ജോലി കിട്ടുക. അതായത് അവരുടെ അപ്പൻ മരിച്ചപ്പം അമ്മയ്ക്ക് ആ ജോലി കിട്ടി. അമ്മയുടെ നിന്ന് ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അമ്മേനെ തട്ടി. സ്വന്തം മകള് കുടുങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞ സ്ത്രീകൾ ഇപ്പോൾ ഒരുപാട് അത് ഇവിടെയും ഉണ്ട്. നമ്മൾ ഒത്തിരി പറയാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരാളെ, എനിക്ക് തോന്നുന്ന ഭർത്താവിനെ ഭാര്യ കൊന്നിട്ട് ഒരു കക്കൂസിൻ്റെ അകത്ത് കുഴിച്ചിട്ട സംഭവമൊക്കെ അത് ഇവിടെയല്ല, കേരളത്തിലല്ല, അന്യ സംസ്ഥാനത്താണ് നമ്മൾ കണ്ടതാണ്. അത് 45 ദിവസത്തിന് ശേഷമാണ് ബോഡി റിക്കവർ ചെയ്തത്. പിന്നെ നമ്മൾ കണ്ടതാണ് കേതൻ മറ്റേ സിയ പ്രശ്നം. അതായത് വിവാഹം കഴിക്കാൻ വേണ്ടിയിരുന്ന യുവാവും യുവതിയും, അതിൻ്റെ അകത്ത് യുവാവിനെ കാമുകനോടൊപ്പം കാമുകൻ്റെ സഹായത്തോടു കൂടി കൊക്കയും തള്ളിയിട്ട് കൊന്നു. വിചിത്രമായ കുറേ ആചാരങ്ങൾ നടക്കുന്നു. ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ, അബദ്ധങ്ങൾ ആർക്കും പറ്റാതിരിക്കട്ടെ, സമാധാനപരമായിട്ട് പോവുക, അത്രേ പറയാനുള്ളൂ. ശാന്തം സുന്ദരം, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ശാന്തമായിട്ട് പോയി കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ കള്ളത്തരങ്ങളൊന്നും ഇല്ലാതെ കുഴപ്പത്തിലൊന്നും ചാടാതെ സമാധാനപരമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു ദിവസം തീർന്നു കഴിയുമ്പം കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെ നല്ല നിദ്ര കിട്ടാനായിട്ട് എല്ലാവർക്കും ഒരു ഉപദേശം, ആരെങ്കിലും കണ്ട കള്ളവടിയൊന്നും വെക്കാൻ പോകാതിരിക്കുക. പമ്പ് സെറ്റൊക്കെ കേടായ പണിയാണ്. അയ്യോ.